Dear students, next organic chemistry, some basic principles and techniques. മാർക്ക് വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ള രണ്ട് ചാപ്റ്റർ ഒന്ന് ഇതാണ് ഓർഗാനിക് കെമിസ്ട്രി, പിന്നെ ഹൈഡ്രോ കാർബൺസ്. 8 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ ചില മോളിക്യൂൾസ് തന്നിട്ട് അതിലുള്ള സിഗ്മ ബോണ്ടിൻ്റെയും പൈ ബോണ്ടിൻ്റെയും എണ്ണം നിങ്ങൾ കണ്ടെത്തണം. അത് ഓർഗാനിക് ഉള്ള എക്സാമ്പിൾസാണ് തരിക. ഇഥെയിൻ, ഇഥീൻ, പ്രൊപ്പെയിൻ പലതും തരിക. ദെൻ അടുത്തത് ഇതേപോലെ തന്നെ മോളിക്യൂൾസ് തന്നിട്ട് അതിലുള്ള കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ കാണാൻ പറഞ്ഞ എക്സാമ്പിളും ഉണ്ടാവും. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അത് ക്ലാസിഫിക്കേഷൻ ബ്രോഡ് ക്ലാസിഫിക്കേഷനിൽ മെയിനായിട്ട് ഓപ്പൺ ചെയിനും ക്ലോസ്ഡ് ചെയിനുമാണ്. ഫർദറായിട്ട് ഈ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്തേക്കട്ടോ. ദെൻ ഹോമോലോഗസ് സീരീസ്. ഹോമോലോഗസ് സീരീസ് പറയുമ്പോൾ ഒരു ജനറൽ ഫോമിലുള്ള തൊട്ടടുത്ത മെമ്പേഴ്സ് തമ്മിൽ CH2ൻ്റെ ഡിഫറൻസ് ഉള്ള സീരീസ് ഓഫ് എലമെൻറ്റ്സ് മോളിക്യൂൾസാണ്. അപ്പോൾ അതിനും എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ CnH2n+2 ഒക്കെ അറിയില്ല, ആൽക്കെയിൻസ്, അതുപോലെയുള്ള എക്സാമ്പിളുകൾ. ദെൻ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, IUPAC. ഈ ചാപ്റ്ററിൻ്റെ മെയിൻ പാർട്ടാണ്. ഞാൻ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷുവർ ക്വസ്റ്റ്യൻ ഉള്ളത് നോമൻക്ലേച്ചർ നെയിമിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ തന്നിട്ട് നിങ്ങൾ നെയിം ചെയ്യേണ്ടി വരും. ചിലത് നെയിം തന്നിട്ട് സ്ട്രക്ചർ ചെയ്തേണ്ടി വരും. പിന്നെ അതിനുപോലെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് നെയിം ചെയ്താനുള്ളതും, അല്ലെങ്കിൽ നെയിം തന്നിട്ട് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതുള്ളതും, ചിലതൊക്കെ കണ്ടൻസ്ഡ് ഫോമിൽ തരാം എന്നിട്ട് നെയിം ചെയ്താനുള്ളതും ഒക്കെ ഉണ്ടാവുക. എന്നിട്ട് എക്സാമ്പിളുകൾ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു കാര്യം പറയണത്, നെയിമിങ്ങായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാലോ, ദി ഓർഡർ ഓഫ് ഡിക്രീസിങ് പ്രയോറിറ്റി ഫോർ സം ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രയോറിറ്റി നോക്കിയിട്ടാണല്ലോ നമ്പറിംഗ് ഒക്കെ തുടങ്ങാം. അപ്പോൾ ഇവിടെ കൊടുത്തത് പ്രയോറിറ്റി കൂടിയതെന്ന് കുറഞ്ഞ ഓർഡറിൽ ഇങ്ങനെ കൊടുത്തതാണ്. ഫസ്റ്റത്തെ COH പെട്ടെന്നൊന്ന് പറയാം, കാർബോക്സിൽ. SO3H സൾഫോണിക് ആസിഡ്, COR എസ്റ്ററാണ്, COCl ആസിഡ് ക്ലോറൈഡ്, CONH ആസിഡ് അമൈഡ് എന്ന് പറയാം, അമൈഡ്, CN സയനോ നൈട്രൈൽ എന്നൊക്കെ പറഞ്ഞത് അതന്നെ, CHO ആൽഡിഹൈഡ്, പിന്നെ CO കീറ്റോൺ, OH ആൽക്കഹോളിൻ്റെത്, NH2 അമൈൻസ്, പിന്നെ ഡബിൾ ബോണ്ട്, ദെൻ ട്രിപ്പിൾ ബോണ്ട്, സി ട്രിപ്പിൾ ബോണ്ട് ലീസ്റ്റ്. ഇത് കാർബൺ ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ടാണ് പ്രയോറിറ്റി ഉള്ളത്. ഒക്കെ എക്സാമ്പിൾ ചെയ്ത് നോക്കുക. ദെൻ ഇതൊന്നും അല്ലാത്ത കുറച്ചെണ്ണുണ്ട്, പ്രയോറിറ്റി ഒന്നും ഇല്ലാത്തത് ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാം. ആൽക്കൈൽ ഗ്രൂപ്പ്, ഫിനൈൽ, അങ്ങനെ കുറച്ചെണ്ണുണ്ട്, മിഥൈൽ, നൈട്രോ ഗ്രൂപ്പ്. ആ ഭാഗം നന്നായി പഠിച്ചാലേ നമുക്ക് നെയിം ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ ഐസോമറിസം ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഐസോമറിസം അറിയില്ല, മെയിൻലി ഡിവൈഡഡ് 2 ആണ്. അത് സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ആണ്. സ്റ്റീരിയോ പിന്നെയും ജോമെട്രിക്കലും ജോമെട്രിക്കലും ഒപ്റ്റിക്കലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ സ്ട്രക്ചറൽ ഐസോമർസ് ആണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. അതിൽ ചെയിന്, പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പ്, മെറ്റാമറിസം. ഇത് നന്നായിട്ട് എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കണം. ഇതെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, മോഡലിനൊക്കെ ചോദിച്ചതാണ്. ദെൻ ഫിഷൻ ഓഫ് എ കൊവാലൻ ബോണ്ട്. കൊവാലൻ ബോണ്ട് ബ്രേക്കിംഗ് 2 രീതിയിലാണ്. അതിൽ ഹോമോലിറ്റിക് ഉണ്ട്, ഹെട്രോലിറ്റിക് ഉണ്ട്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഹോമോലിറ്റിക് ഫിഷനിലാണ് എന്താ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുക, ഫ്രീ റാഡിക്കൽസ്. ഹെട്രോലിറ്റിക് ഫിഷനിൽ അയോൺസാണ് ഫോം ചെയ്യുക. അത് കാറ്റോൺ ആവാം, ആനോൺ ആവാം. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അറ്റാക്കിംഗ് റിയേജൻ്റ് ആണ്. അറ്റാക്കിംഗ് റിയേജൻറ്റ് 2 ടൈപ്പാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് അറ്റാക്കിംഗ് റിയേജൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഐസോമർസത്തിൽ സ്ട്രക്ചർ ഐസോമർസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും എന്താ നോക്കൂ. ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ എന്താ E+ എന്നിട്ടാൽ മനസ്സിലാവും എന്ത് ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഇലക്ട്രോഫൈൽ. അപ്പോൾ എന്താ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ദി സ്പീഷ്യസ് ദാറ്റ് ടേക്സ് എവേ ആൻ ഇലക്ട്രോൺ പെയർ എന്ന ഡെഫിനിഷൻ. ഇലക്ട്രോൺ പെയറിനെ എടുത്ത് കൊണ്ടുപോകുന്ന ആൾ. അതേ സമയത്ത് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് നോക്കുക, NU മൈനസാണ്. അപ്പോൾ മൈനസ് കണ്ടാൽ മനസ്സിലാവണം ന്യൂക്ലിയോഫൈലിന് ന്യൂക്ലിയസിനോടാണ് ഇഷ്ടം, പോസിറ്റീവിന് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇതിനെന്ത് ചാർജാണ്? നെഗറ്റീവാണ് ന്യൂക്ലിയോഫൈലിന്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഷ്യസ് ദാറ്റ് ബ്രിങ്സ് എൻ ഇലക്ട്രോൺ പെയർ. എന്താ ഇലക്ട്രോൺ പെയർ കയ്യിലുണ്ടാവും, ഇതിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ പെയർ ഉണ്ടാവും, ഇലക്ട്രോൺ പെയറും കൊണ്ടാ വരിക. മറ്റേ തന്നെ ഇലക്ട്രോൺ പെയറിനെ ഉള്ളിടത്ത് വന്ന് എടുത്തുകൊണ്ടുപോകുന്ന ആളാണ്. ആ ഡിഫറൻസ് കൊടുത്തു വെക്കാം. ദെൻ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻസ്. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റാണ് ഓർഗാനിക് റിയാക്ഷൻ. അതിൽ ഇങ്ങനെയാണ് ഹെഡിങ്. ഇത് പബ്ലിക്കിനൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്ട്സ് ഇൻ കൊവാലൻറ്റ് ബോണ്ട്സ്. അത് ഏതൊക്കെയാണ് ചോദിക്കും. അപ്പോൾ ശരിക്കും കൊവാലൻറ്റ് കോമ്പൗണ്ട്സിലുള്ള പ്രത്യേകത പൊതുവേ അത് നോൺ പോളാറാണ്. നോർമലി കാർബണും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് രണ്ടും നോൺ പോളാർ നേച്ചറാണ്. ഇലക്ട്രോൺ നിന്നിടത്ത് നിന്ന് അനങ്ങാൻ ചാൻസ് ഇല്ല.
കാരണം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കുറവായതുകൊണ്ട് ഏത് സൈഡിലേക്കും നീങ്ങണ്ടില്ല. പക്ഷേ ഇവിടെ പറയാൻ പോണ ഇലക്ട്രോൺ നീങ്ങുന്ന കാര്യങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്ട്സ് ആണ്. അങ്ങനെയുള്ള ഇലക്ട്രോൺ ഏതെങ്കിലും സൈഡിലേക്ക് നീങ്ങിപ്പോവുക, ഇലക്ട്രോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനുള്ള കാരണങ്ങൾ ഏതൊക്കെ എഫക്റ്റുകളാണ്? ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ് കൊണ്ട് അങ്ങനെ നീങ്ങാം. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ 2 തരം എഫക്റ്റ് ഉണ്ട്. ഇൻഡക്റ്റീവ് എഫക്റ്റിൽ നന്നായിട്ട് പ്ലസ് ഐ എഫക്റ്റ് ഉണ്ട്, മൈനസ് ഐ എഫക്റ്റ് ഉണ്ട്. പ്ലസ് ഐ എഫക്റ്റിന് എക്സാമ്പിൾ ഉണ്ടോ? ഇഥൈൽ അതൊക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് എന്ന് പറയും. ഇതൊക്കെ പഠിക്കണേ. അപ്പോൾ ഇവരെ പ്രസൻസിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇവർക്ക് ഇലക്ട്രോണോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർ ഇലക്ട്രോൺ എന്ത് ചെയ്യും? തള്ളി പുഷ് ചെയ്ത് അവരെ അടുത്തുനിന്ന് ഒഴിവാക്കുക ചെയ്യുക. അതറിയില്ലോ. പിന്നെ മൈനസ് ഐ എഫക്റ്റ്, ഇലക്ട്രോണെ സ്വന്തത്തിലേക്ക് വലിക്കുക. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇങ്ങനെ ആക്രാന്തം കൂടിയിട്ട് അടുത്തേക്ക് വലിക്കലാണ് മൈനസ് ഐ എഫക്റ്റ്. ഇതാണ് എക്സാമ്പിൾ. നൈട്രോ ഗ്രൂപ്പ്, സയനോ എക്സെട്ര. അപ്പോൾ എക്സാമ്പിൾ പഠിക്കണം. ഞാൻ ഈ വീഡിയോ അത്ര വലുതാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോണത്. ദെൻ അടുത്തത് ഇൻഡക്റ്റീവ് എഫക്റ്റ് കഴിഞ്ഞാൽ അടുത്തതാണ് റെസനൻസ് എഫക്റ്റ്. ഈ റെസനൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞത് മീസോമറിക് എഫക്റ്റ്, മെസോമറിക് എഫക്റ്റ് എന്ന് അറിയപ്പെടും. എം എഫക്റ്റ്, ആർ എഫക്റ്റ്, എം എഫക്റ്റ് എന്ന് പറയും. അതിൽ തന്നെ 2 ടൈപ്പ് നോക്കും. പ്ലസ് ആർ എഫക്റ്റും ഉണ്ട്, മൈനസ് ആർ എഫക്റ്റും ഉണ്ട്. ഈ പ്ലസ് ആർ എഫക്റ്റിന് എക്സാമ്പിളൊക്കെ പഠിക്കണം. ബെൻസീറിങ്ങിൻ്റെ മുകളിൽ ഹാലജന്, OH, അതേപോലെ OR, അതേപോലെ NH2 ഇതൊക്കെ വരുമ്പോഴാണ് എന്ത് വരിക? പ്ലസ് ആർ എഫക്റ്റ് വരിക. ഇതിപ്പോൾ OR എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അത് ഈതറാണ് വരിക കേട്ടോ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ബെൻസീറിങ്ങിൻ്റെ മുകളിൽ OH വരുന്ന എക്സാമ്പിളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കാണ്ടത്. ഇതിന് പ്രത്യേകത ഇതിനെന്താ പ്ലസ് ആർ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഫീനോളാണ് എക്സാമ്പിളെങ്കിൽ ആ OHലെ ലോൺ പെയർ എന്ത് ചെയ്യും? ആ ഓക്സിജൻ്റെ അടുത്ത് നിന്ന് റിങ്ങിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് എടുക്കുകയല്ല, റിങ്ങിലേക്ക് എവേ ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ ഇലക്ട്രോൺ പെയറിൻ്റെ ദൂരേക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് പ്ലസ് ആർ എന്ന് പറയുക. എന്നാൽ നേരെ ഓപ്പോസിറ്റ് മൈനസ് ആർ എഫക്റ്റിൽ എക്സാമ്പിൾ കണ്ടോ? COH കാർബോക്സിൽ ഗ്രൂപ്പ്, CHO, NO2 ഇതൊക്കെ ബെൻസീറിങ്ങിൽ വരുന്ന എക്സാമ്പിളാണ് എടുക്കുന്നത്. ഇപ്പോൾ നൈട്രോ ബെൻസീൻ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ റെസൻസിൽ എന്താ കാണാൻ പറ്റുക? ഇവരെന്ത് ചെയ്യും? ബെൻസീറിങ്ങിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺ അതിൻ്റെ അടുത്തേക്ക്, സബ്സ്റ്റിറ്റ്യൂവൻറ്റ് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കും. അതാണത് ഇതിനെ മൈനസ് ആർ എഫക്റ്റ് എന്ന് പറയുക. അതിൻ്റെ റെസൻസ് നിർബന്ധമായിട്ട് പഠിക്കണേ, വരച്ച് പഠിക്കുക. ദെൻ അടുത്ത എഫക്റ്റ് ഇലക്ട്രോമറിക് എഫക്റ്റ്, ഈ എഫക്റ്റ് എന്ന് പറയും. അതിലും 2 ടൈപ്പ് ഉണ്ട്. പ്ലസ് ഈ എഫക്റ്റും ഉണ്ട്, മൈനസ് ഈ എഫക്റ്റും ഉണ്ട്. ഈ പ്ലസ് ഈ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കൂ. പ്ലസ് ഈ എഫക്റ്റ് കണ്ടോ? ഇപ്പോൾ ഒരു ബോണ്ട് ഡബിൾ ബോണ്ട് C, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺ കിട്ടിയത് ഒരു കാർബണാണ്. പക്ഷേ ആ കാർബണിൻ്റെ അടുത്തേക്കല്ല അറ്റാക്കിംഗ് ഏജൻറ്റ് വന്നത്. എവിടേക്കാണ് വന്നത്? ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺ കിട്ടാത്തവിടത്തേക്ക് അറ്റാക്കിംഗ് ഏജൻറ്റ് വരുമ്പോൾ അതാണെന്ത്? അതിൻ്റെയാണ് പ്ലസ് ഈ എഫക്റ്റ് എന്ന് പറയും. പ്ലസ് ഈ എഫക്റ്റിൽ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എവിടേക്കാണോ ഇലക്ട്രോൺ വരുന്നത് അവിടേക്ക് തന്നെ അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുന്നതാണ് പ്ലസ് ഈ എഫക്റ്റ്. കണ്ടല്ലോ എക്സാമ്പിൾ. പ്ലസ് ഈ എഫക്റ്റിൽ H+ വരുന്നത് ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ കിട്ടിയ കാർബണിലേക്ക് തന്നെ അറ്റാക്കിംഗ് റിയേജൻറ്റ് വരിക. ഇനി മൈനസ് ഈ എഫക്റ്റാണിത്. മൈനസ് ഈ എഫക്റ്റിലാണ് എന്താ? ഡബിൾ ബോണ്ട്. ഈ എക്സാമ്പിളാണ് കേട്ടോ. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ പെയർ കിട്ടിയ കാർബണിലേക്കല്ല അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുന്നത്. അതാണ് മൈനസ് ഈ എഫക്റ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ഹൈപ്പർ കോൺജുഗേഷനാണ്. ഹൈപ്പർ കോൺജുഗേഷൻ അപ്ലിക്കേഷനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്ത്? കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിക്കുള്ള റീസണായിട്ട് ഹൈപ്പർ കോൺജുഗേഷൻ. അതിൻ്റെ വേറെ പേരാണെന്ത്? നോ ബോണ്ട് റെസനൻസ്, അല്ലെങ്കിൽ ബേക്കർ-നാഥൻ എഫക്റ്റ് എന്നും പറയാം. അതൊന്ന് എഴുതി പഠിക്കണം, നല്ലതാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം എന്തിനാണെന്ന് വെച്ചാൽ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. അതിൽ ടെർസറി കാർബോകാറ്റയോണാണ് മോർ സ്റ്റേബിൾ. കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റും പ്ലസ് ഐ എഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷനും വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അടുത്ത് നോക്കൂ, ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, ദെൻ എലിമിനേഷൻ ഉണ്ട്, റീഅറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ 4 പേര് മാത്രം പഠിച്ചു നോക്കുക. നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് സാറേ എന്നൊരു കോഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ദെൻ മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിലേതൊക്കെ മെത്തേഡ്സ് ഉണ്ട് നോക്കൂ. സബ്ലിമേഷൻ ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, ഡിസ്റ്റിലേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, ദെൻ ക്രോമറ്റോഗ്രഫി. ഇതിൽ തന്നെ ഡിസ്റ്റിലേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉണ്ട്, പിന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉണ്ട്, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഉണ്ട്, സ്റ്റീം ഡിസ്റ്റിലേഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഫസ്റ്റത്തെ ഇതിൻ്റെ സബ്ലിമേഷൻ, ക്രിസ്റ്റലൈ ഇതിനൊക്കെ പ്രിൻസിപ്പിൾ പഠിച്ചു വെക്കണം. അതേപോലെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ വേണ്ട, ടെക്സ്റ്റിൽ ഇതിന് എക്സാമ്പിൾ ഉണ്ട്, ഡിസ്റ്റിലേഷൻ ഉണ്ട്. അതേപോലെ ഡിസ്റ്റിലേഷൻ ഞാൻ കണ്ടില്ലേ, അതേപോലെയുള്ള എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ദെൻ ക്വാളിറ്റേറ്റീവ്, ഈ ക്രോമറ്റോഗ്രഫിയിൽ ഒരു RF വാല്യൂ ഒക്കെ ഉണ്ട്, ഒക്കെ നോട്ട് ചെയ്യണം. ക്രോമറ്റോഗ്രഫീൻ്റെ ടൈപ്സും നോക്കണേ. ക്രോമറ്റോഗ്രഫി 2 ടൈപ്സ് ഉണ്ട്.
അതേതൊക്കെയാണ്? അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി, പിന്നെന്തുണ്ട്? പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി അഗെയിൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതാണെന്ത്? തിൻ ലെയർ ക്രോമറ്റോഗ്രഫി ആൻഡ് കോളം ക്രോമറ്റോഗ്രഫി. തിൻ ലെയർ TLC ആൻഡ് കോളം. പാർട്ടീഷൻ എക്സാമ്പിൾ ആയിട്ടുള്ളത് പേപ്പർ ക്രോമറ്റോഗ്രഫിയാണ്. ദെൻ നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിൽ ഫസ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്. അത് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ പിക്ചറൊക്കെ ടെക്സ്റ്റിലുണ്ട്, നോക്കുക. ദെൻ നെക്സ്റ്റ് നൈട്രജൻ്റെ, അതിലൊരു പ്രഷ്യൻ ബ്ലൂ കളറൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണേ. അത് ഫെറിഫെറോസയനൈഡ് ഉണ്ടാകുമ്പോഴാണ് നൈട്രജൻ്റെ ഇത് പ്രഷ്യൻ ബ്ലൂ കളർ. അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ സൾഫറിൻ്റെ, അതേപോലെ ഹാലജൻസ്, ഫോസ്ഫറസ്. ഹാലജൻസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലിങ്ങനെ ടെസ്റ്റൊക്കെ ഉണ്ടത്. ആ കോമ്പൗണ്ടിലേക്ക് നമ്മളെന്ത് ചെയ്യും? അത് ലെസൈൻ ടെസ്റ്റ് ചെയ്ത്, അത് ശ്രദ്ധിക്കാൾ, ലെസൈൻ ടെസ്റ്റ് ചെയ്ത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി അതെടുത്തിട്ടാണ് ഈ ടെസ്റ്റൊക്കെ ചെയ്യണത്. അതൊക്കെ നൈട്രജന്, സൾഫർ, ഹാലജന്, ഫോസ്ഫറസ് ഒക്കെ. അപ്പോൾ അതിൽ ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ ഹാലജൻ ആകുമ്പോൾ എന്ത് ചെയ്യും? അതിലേക്ക് നൈട്രിക് ആസിഡ്, സിൽവർ നൈട്രേറ്റും ചേർക്കും. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ ആദ്യം വൈറ്റ് ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അത് അമോണിയ ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ക്ലോറൈഡ് എന്നും, അതേ സമയത്ത് ഒരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അത് കുറച്ച് ഡിസോൾവ് ആകുമ്പോൾ അതിനെ വിളിക്കുന്നത് അതാണെന്ത്? ബ്രോമൈഡ്. അതേ സമയത്ത് ഒരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അത് തീരെയും ഡിസോൾവ് ചെയ്യാതെ വെക്കും അമോണിയ ഹൈഡ്രോക്സൈഡിൽ. അപ്പോഴാണെന്ത്? അയോഡൈഡ്. ആ രീതിയിൽ അതൊക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അതിലും ഫസ്റ്റ് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, പിന്നെ നൈട്രജൻ്റെ രണ്ട് മെത്തേഡിൻ്റെ പേര് കണ്ടല്ലോ, ഡുമാസ് മെത്തേഡ് ആൻഡ് ജൽദൽ മെത്തേഡാണ്. ദെൻ ഹാലജൻസിൻ്റെ മെത്തേഡ്, അതേപോലെ സൾഫറിൻ്റെ മെത്തേഡ്, രണ്ടും കാരിയസ് മെത്തേഡാണ്. പിന്നെ ഫോസ്ഫറസും ഓക്സിജനും പഠിക്കട്ടോ. ഓക്കെ.